എന്തായി? ഒന്നും പറയണ്ട സാറേ, മാർക്കറ്റ് ഇടിഞ്ഞു. കർത്താവേ, എന്നിട്ട് ആരെങ്കിലും മരിച്ചോ? മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ, പാന്റും കോട്ടും ഒക്കെ ഇട്ട് നടക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പലരും എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഷെയർ മാർക്കറ്റ്. ചിലർ പറയുന്നു ഇതിൽ നിക്ഷേപിച്ചാൽ പണം പോകുമെന്ന്, ചിലർ പറയുന്നു വലിയ ലാഭം കിട്ടുമെന്ന്. ഇതിൽ ഏതാണ് ശരി? സത്യത്തിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? വലിയ സാങ്കേതിക പദങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെ ലളിതമായ രീതിയിൽ നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ നാട്ടിലുള്ളൊരു ചായക്കട ഓണറെ തൽക്കാലം നമുക്ക് രാഹുൽ എന്ന് വിളിക്കാം. പുള്ളിയുടെ ചായക്കട വലിയൊരു ഹോട്ടലാക്കി മാറ്റാൻ പുള്ളിക്കൊരു പ്ലാൻ. അതിനൊരു 10,00,000 രൂപ വേണം. പക്ഷേ പുള്ളിയുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ ലോൺ എടുക്കാം, അല്ലെങ്കിൽ പുള്ളിയുടെ കടയുടെ ഷെയറുകൾ വിൽക്കാം. പുള്ളിക്ക് ലോൺ തിരിച്ചടവ് റിസ്ക് ആയതിനാൽ പുള്ളി ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. പുള്ളിയുടെ ബിസിനസ്സിനെ ചില ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഷെയറുകളെന്ന് വിളിക്കുന്നത്. രാഹുൽ തൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, നിങ്ങളത് 10,000 രൂപ കൊടുത്ത് ഒരു ഷെയർ വാങ്ങുന്നു. ബിസിനസ്സിൻ്റെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഉടമയായി നിങ്ങളും ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഹോട്ടൽ ലാഭത്തിലാകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ലാഭത്തിൻ്റെ ഒരു വിഹിതം കിട്ടുന്നു. ഹോട്ടലിൻ്റെ മൂല്യം കൂടുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഷെയറിൻ്റെ വിലയും കൂടും. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടിസ്ഥാനം. നമുക്കിനി സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നോക്കാം. മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്ത്യയിൽ 2 സ്റ്റോക്ക് മാർക്കറ്റാണുള്ളത്: NSE, BSE. NSE എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പണ്ട് ആളുകൾ നേരിട്ട് പോയായിരുന്നു ഷെയറുകൾ വാങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വഴി വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഷെയറുകൾ വാങ്ങുവാനും വിൽക്കുവാനും പറ്റും. ഇനി നമ്മൾ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ലാഭം കിട്ടുന്നു എന്ന് നോക്കാം. ഒന്ന്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതായത് നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിയൊരു ഷെയർ 150 രൂപയാകുന്നു. അപ്പോൾ നിങ്ങൾ വിൽക്കുന്നു എന്ന് കരുതുക. ആ കിട്ടുന്ന 50 രൂപയാണ് നിങ്ങളുടെ അവിടുത്തെ ലാഭം. ഇനി രണ്ടാമത് ഡിവിഡൻഡ്. അതായത് കമ്പനികൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കമ്പനി നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ലാഭം തരുന്ന പോലെ തന്നെ അവിടെ റിസ്ക്കുമുണ്ട്. കമ്പനികൾ നഷ്ടത്തിലായാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൻ്റെ മൂല്യം കുറയും. അതുകൊണ്ട് വല്ലവരും പറയുന്നത് കേട്ടും റീൽസ്, വീഡിയോയൊന്നും കണ്ടിട്ടും പണം നേരിട്ട് കൊണ്ട് നിക്ഷേപിക്കരുത്. സ്വന്തമായി പഠിച്ച ശേഷം മാത്രം നല്ല കമ്പനികൾ തിരഞ്ഞെടുക്കുക, നിക്ഷേപിക്കുക. ദീർഘകാല നിക്ഷേപമാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ ഒരു വഴി. ചുരുക്കി പറഞ്ഞാൽ, നല്ല കമ്പനികളോടൊപ്പം അവരുടെ ബിസിനസ്സിൽ പങ്കാളികളാകാനുള്ള അവസരമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാർക്കറ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.